ഒരു ഭയങ്കര വലിയൊരു ലവ് ഇവിടുന്ന് കിട്ടി. ജിസേൽ ഔട്ട് ആയതിനു ശേഷം ബിഗ് ബോസ് കാണാത്ത ആളുകൾ വരെ ഉണ്ടായിരുന്നു. ജിസേൽ ഇല്ലാണ്ട് എന്ത് BB7 എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടായിരുന്നോ? എല്ലാ കമന്റ്സ് ഇല്ല, പക്ഷെ എനിക്ക് കുറെ DMs കിട്ടിയായിരുന്നു, കുറച്ച് വായിച്ചു. ഇപ്പോൾ ഈ ഹൗസിനകത്ത് ഏറ്റവും വലിയ അലിഗേഷൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ രണ്ടാളുടെയും എതിരായിട്ടാണ്. അപ്പോൾ നമുക്കൊരു ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കുന്ന സമയത്ത് എന്തായിരിക്കും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സൈബർ അറ്റാക്സ് ഉണ്ടാവും, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് തോട്ട്സ് വരാം. അപ്പോൾ ശരിക്കും നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്? ആര്യൻ ഭയങ്കരമായിട്ട് ഇമോഷണലി വീക്കായ പോലെ ദേഷ്യപ്പെട്ട പോലെ കണ്ടു. ബട്ട് ജിസേൽ അത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഹാൻഡിൽ ചെയ്തു. ജിസേൽ അങ്ങനെ കരഞ്ഞിട്ടോ അങ്ങനെ ഷൗട്ട് ചെയ്തിട്ടോ ഒന്നുമില്ലായിരുന്നു. സത്യം പറഞ്ഞ ജിസേലിന് ഇവിടുത്തെ ഓഡിയൻസിന്റെ ഒരു ധാരണ കുറച്ച് കുറവാണ്. ഷീ നോസ് ഹൗ പീപ്പിൾ ആൻഡ് കേരള ആർ. പക്ഷെ കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ലാസ്റ്റ് ഒരു 10-12 years ആയിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കൊച്ചിയിൽ. സോ ഐ നോ ഈ പുതപ്പിന്റെ ഇഷ്യൂ ഒക്കെ വന്നാൽ പുറത്തെ ആൾക്കാരെ നമ്മളെങ്ങനെ നാറ്റിക്കും. ഐ നോ ദാറ്റ്. അപ്പൊ ഞാൻ ആക്ച്വലി അത് ഇമോഷണലി വീക്ക് ഒന്നും ആയിട്ടില്ല. ഞാൻ നല്ല ടെൻസ്ഡ് മാത്രമേ ഉള്ളൂ. ഐ വാസ് ലിറ്റിൽ ടെൻസ്ഡ് ആൻഡ് ഐ വോണ്ടഡ് ടു നോക്കി ഞാൻ ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞാനും ഇവളുടെ പോലെ ഇങ്ങനെ വേണമെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ച പ്രേക്ഷകർ പറഞ്ഞാൽ ഇവർ രണ്ടുപേർ തന്നെയാണ് പ്രശ്നങ്ങൾ. നമ്മുടെ ബിറ്റ്വീൻ us one person had to take the lead of being fighting, showing her emotions, crying and trying to show. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എന്താ, ബിഗ് ബോസ് ബേസിക്കലി ഹൗസ് അതൊരു 80-100 ക്യാമറ ഉണ്ട്. നമ്മൾ തന്നെ ജീവിക്കണം. പക്ഷെ അതല്ലാതെ നമുക്ക് കൺവിൻസും ചെയ്യേണ്ട ആൾക്കാരെ പുറത്ത്. ഇതാണ് നമ്മള്. This is me, this is Giselle. We have to convince them, no? So when we did not do anything under the blanket, നമ്മള് എല്ലാവരും കൺവിൻസ് ചെയ്യിപ്പിക്കണം. ഇല്ലെങ്കിൽ വെറുതെ സാരില്ല, നിങ്ങൾക്ക് എന്തുവേണമെങ്കിൽ വിചാരിക്കാം, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് മലയാളീസിന് പൊതുവെ ഇഷ്ടമല്ല. കുറച്ചുകൂടി ഡൗൺ ടു എർത്ത് ആവണം, നിൽക്കണം, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം. പക്ഷെ ഇത് അവളുടെ ഇതാണോ, we get along because he is opposite of me. അപ്പൊ എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനേ പറ്റത്തില്ല. ഈവൻ എക്സ്പ്രസീവ് ആണ് ഞാൻ. എക്സ്പ്രസീവ് ഇല്ല. എനിക്ക് കുറെ സങ്കടമായ അകത്തുനിന്ന് ഞാൻ ചാകുവാണെങ്കിൽ കാണിക്കാൻ പറ്റത്തില്ല. ഒരു തവണ മാത്രം പറഞ്ഞില്ല എനിക്ക് പറ്റത്തില്ല ബിഗ് ബോസ് ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഒറ്റ തവണ മാത്രം. അത് കാര്യം പറയട്ടെ, അതൊരു ബിൽഡ് ഓൺ ആയിരുന്നു. എന്റെ വല്യമ്മ മരിച്ചുപോയി, അതുമായിരുന്നു. പിന്നെ അങ്ങനെ ആയി, അത് ഒരു ബിൽഡ് ഓൺ ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരു വർഷം നിങ്ങൾ മതിയായെന്ന് ഓർക്കത്തില്ലേ, അങ്ങനെ ആയിപ്പോയായിരുന്നു. ബട്ട് ദാറ്റ് വാസ് ഓൾസോ ഐ സെഡ് ലൈക്ക് I was showing my emotion, but then I can't show if I'm feeling bad for a comment a girl said. I wouldn't be bothered about that. അതെനിക്ക് അത്ര, ബിക്കോസ് എനിക്കറിയാമായിരുന്നു എന്താണ് റിയാലിറ്റി എന്നുള്ളത് ജിസേലിന് അറിയാം. ആൻഡ് ഇഫ് സി ടുഡേ ഞാൻ പറയും നിങ്ങള് മോഷൻ ചെയ്ത്, റൈറ്റ്? ഇഫ് ഐ ടെൽ യു ദിസ്, മോഷ്ടിച്ചു, നിങ്ങൾ എന്തോ മോഷ്ടിച്ചു, നിങ്ങൾ മോഷ്ടിച്ചില്ലെങ്കിൽ നിങ്ങൾ പറയും അയ്യോ ഇല്ല, അങ്ങനെ പറയത്തില്ലോ. മേ ബി യു വിൽ സേ ദാറ്റ് നൗ യുവർ റിയാക്ഷൻ ഇസ് യുവർ റിയാക്ഷൻ. I wouldn't bother if I have not done anything. I will be very calm. Yeah, because my reaction was not calm because I have a different perspective. അതെ, രണ്ടുപേരും ഇത്ര കോൺഫിഡന്റ്ലി പറയുന്നു ഞാൻ കണ്ടു അപ്പൊ ഞാനുണ്ടാ നീ കണ്ടിട്ടില്ല. അതെ അതെ, ആ ഒരു മൈൻഡിൽ ഞാൻ നിൽക്കും. ഞാൻ ഓർത്ത് സി എനിക്ക് അവളുടെ സ്വഭാവം അറിയാമായിരുന്നു. ആക്ച്വലി that the little thing that she wanted his attention and all that. So I was like okay fine, ഇത് പുതിയ കാര്യം തുടങ്ങി. So I was like okay fine, ചെയ്തു. നിങ്ങൾ രണ്ടാളും രണ്ട് ഓപ്പോസിറ്റ് പോൾസിൽ നിൽക്കുന്ന പോലത്തെ ചില കാര്യങ്ങൾക്ക് അങ്ങനത്തെ എനിക്കൊന്ന് പെർസ്പെക്റ്റീവ്സ് ആണെന്നല്ലേ. ഞാൻ നിങ്ങളുടെ ഇത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നൊരു ഫൈറ്റ് ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഫൈറ്റ് ഉണ്ടാക്കിയതാ. ശരിക്കും വിഷമമായിരുന്നോ? ആക്ച്വലി നമ്മൾ തമ്മിൽ ഇങ്ങനെ ഈ ഇടയ്ക്കൊക്കെ സ്മോൾ ഫൈറ്റ്സ് ഉണ്ടാവാറുണ്ട് ഈ കാര്യത്തില്. അപ്പൊ ഇടയ്ക്ക് ഞാൻ ഈ ആ ബിഗ് ബോസ് വീട്ടിന്റെ ആ പ്രഷറിൽ ഇങ്ങനെ നിൽക്കുമ്പോഴല്ലോ എനിക്ക് ഇത് വന്നിട്ട് എടാ ഇങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സംസാരിക്കും. നല്ല ശരി സാർ നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ മാത്രം ഇങ്ങനെ ഞങ്ങള് ഇവൻ ഉറങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കും ഒരു സ്ഥലത്തിൽ. ഞാൻ ഇരിക്കും എപ്പോഴും. പക്ഷെ ആ ദിവസം ഇവൻ പറഞ്ഞു ഇരിക്കണ്ട. ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രീ ആയിട്ടൊന്നും കാലൊക്കെ വെച്ച് സോഫ ഇല്ല, നീ സൈഡിൽ അപ്പുറത്തെ പോലെ പോയി കിടക്കട്ടെ ചില്ലിട്ടാന്ന് ചോദിച്ചു. അപ്പൊ അവളിങ്ങനെ നോക്കിയിട്ട് അവള് പോയി. പിന്നെ അവിടെ വന്നിരുന്നു ലക്ഷ്മി സെയിം സ്ഥലത്തിരുന്നു, എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ലക്ഷ്മി ഓക്കെ ലക്ഷ്മി, ബിക്കോസ് people who are our own, no, we can take them for granted and like at least for that time, no, like please leave bro, like give me some time. People we don't know, we can't just say get lost. പറയില്ല. അപ്പൊ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അവൾ എടുത്തത്. പൊസസീവ് ആണോ ജിസേൽ? പൊസസീവ് ആണോ? Possessive alla, but I don't like to be disrespected and I see it as disrespect. It is not because I'm possessive. It is because you're disrespecting me by telling me that you go, someone else can sit. So for me it's disrespectful. അതെ, അപ്പൊ ആ ഒരു ഇൻസൾട്ടഡ് ആയ പോലെ ഫീൽ ചെയ്യും. insult, it was an insult.
സോ ഐ ടേക്ക് ഇറ്റ് ദാറ്റ് വേ. ആര്യൻ ഒരു സോറി പറയാ ആര്യൻ. സോറി അല്ലേ പറയുന്നത്, ഇടയ്ക്കൊക്കെ ഫൈറ്റ്സ് ഒക്കെ ഉണ്ടാവും തമ്മിൽ. അത് ठीक है पुरानी बात हो गई, പഴയ കാര്യമായ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് റീ എൻട്രി, ബിഗ് ബോസ് എല്ലാം പോയി, നിങ്ങളുടെ റീ എൻട്രി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ വെയിറ്റ് ചെയ്തിരുന്ന ഫ്യൂ റീ എൻട്രീസിലൊന്നാണ് ആര്യൻ്റെത്, ജിസേലിൻ്റെത്. എന്താ ജിസേൽ ഏറ്റവും വൈകിയത് എത്താനായിട്ട്? 2 ഫ്ലൈറ്റ് മിസ്സായി. 2 തവണ മിസ്സായോ? സി ഫസ്റ്റ് ഫ്ലൈറ്റ് തനിയെ ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, എയർലൈൻ ക്യാൻസൽഡ് ഇറ്റ്. സെക്കൻഡ് ഫ്ലൈറ്റ് ഇവർ എന്നെ വിട്ടപ്പോൾ ലൈക്ക് 1 മണിക്ക് പറയുന്നത് 2 മണിയുടെ ഫ്ലൈറ്റ് ആണ്. അപ്പോൾ ലേറ്റ് ടിക്കറ്റ് വിട്ട്. അപ്പോൾ ബൈ ദ ടൈം ഐ റീച്ച് ഐ മിസ്ഡ്. പിന്നെ ഐ ബുക്ക് മൈ ഓൺ ഫ്ലൈറ്റ് ആൻഡ് ഐ കെയിം ആൻഡ് ബൈ ദ ടൈം യു നോ ദ where we were shooting, that place is very like it's far from the airport. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ലേറ്റ് ആയി. അപ്പൊ വിചാരിച്ചിരുന്നോ ജിസയിൽ എത്തൂല അങ്ങനെ കരുതിയിരുന്നോ? he didn't care. നീ എന്താ ഉദ്ദേശിക്കണത്? ഞാൻ പോട്ടെ ഇവിടുന്ന് എന്നെ ആക്കാൻ വേണ്ടി മാത്രം. ഐ ഡിഡ് കെയർ, ഐ ഡെഫിനറ്റ്ലി ഡിഡ് ആസ്ക് her. വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നോ? സോ ഇവിടെ ചോദിക്കൂ, ഐ ന്യൂ യു മിസ്ഡ് യുവർ ഫ്ലൈറ്റ്, യെസ് ഓർ നോ? ഫസ്റ്റ് ഫ്ലൈറ്റ് Maybe first flight. അപ്പൊ എനിക്കറിയാം, ഞാൻ അപ്ഡേറ്റ് ആണ്. ഐ നോ വാട്ട് ഷീസ് ഡൂയിങ്, എവിടെയാണ് എന്താ ചെയ്യുന്നത്, എനിക്ക് എല്ലാം വല്ല മൂഡ് സ്വിംഗ് വല്ല ആയിരിക്കും തോന്നുന്നു. തൽക്കാലം എനിക്ക് ഐ നോ എവറിഥിങ്. മോർണിംഗ് എങ്ങനെ മിസ്സായി ഫ്ലൈറ്റ്, ഏത് ഫ്ലൈറ്റ് എടുത്തു, എത്ര മണിക്ക് എത്തും, എനിക്ക് കറക്റ്റ് ധാരണ ഉണ്ടായിരുന്നു എന്റെ മൈൻഡിൽ. ഇവിടെ വിചാരം നമുക്കൊന്നും അറിയില്ല. മനസ്സിലായി. ഈ ഹൗസിനകത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും ഒരു റീയൂണിയൻ സെറ്റപ്പില്, ജിസയിലാണല്ലോ ആര്യനായാലും എല്ലാവരും പോയി മിണ്ടി സംസാരിച്ചു അങ്ങനെ ഇരിക്കാനാണല്ലോ വന്നത്. ബട്ട് അവിടെ വന്നപ്പോഴത്തേക്ക് ഇത്രയും അടി വഴക്കൊക്കെ അവിടെ നടക്കുമെന്ന് കരുതിയിരുന്നോ? അടിവഴക്ക് ഞാൻ കണ്ടില്ല. ഞാൻ വന്ന ഉടനെ എനിക്ക് സഡൻലി വെൻ ഐ എൻറ്റർഡ് ദ ഹൗസ് ഐ ജസ്റ്റ് ഫെൽറ്റ് ടു മച്ച് ലൈറ്റ്. എനിക്കെന്തോ ഐ വാസ് നോട്ട് ഫീലിംഗ് ദാറ്റ് വൈബ് ദാറ്റ് ഐ ഹാഡ് ഏർലിയർ. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല സെക്കൻഡ് ടൈം വരുന്നത്. പിന്നെ കണ്ടപ്പോൾ ഞാനോർത്ത് ഐ തോട്ട് ഇറ്റ് വുഡ് ബി റിയലി ഫൺ, ബട്ട് ആയില്ല. പിന്നെ ആഹാരം അങ്ങനെ ഉണ്ടാക്കി കഴിക്കണം. പിന്നെ ഞാൻ എൻ്റെ കൈ കത്തിച്ചോ? അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായി. സ്റ്റിച്ച് ഇത് മറ്റേ ടാസ്കിന്റെ സ്റ്റിച്ച്. ആ കൈ കത്തിച്ച എവിടെ? ഇത് ഈ കൈ പൊള്ളി. ഇതിപ്പോ ഹൗസിൽ കയറി പൊള്ളിയതാ. അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ എനിക്ക് മതിയായി. എനിക്ക് പോകണം. ജിസേല് പോകുന്നതിന് മുമ്പായിരുന്നു, വരുന്നതിന് മുമ്പായിരുന്നു തോന്നുന്നല്ലേ ഫൈറ്റ്സ് എല്ലാം? ഞാൻ ആക്ച്വലി വന്നപ്പോ ഫൈറ്റ്സ് കുറച്ചുണ്ടായിരുന്നു, പക്ഷെ എന്റെ മോട്ടീവ് അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ലൈക്ക് ആര് എന്ത് ഫൈറ്റ് ചെയ്യുന്നു, ആര് ജയിക്കണം, അങ്ങനെ ഒന്നുമല്ല. ഇത് നമുക്കൊരു ലൈഫിൽ ഒരു റീ എൻട്രി ചെയ്യാൻ ഒരു സമയം കിട്ടി. ഇപ്പൊ നമ്മൾ ആ ഒരു പറഞ്ഞ പോലെ ആ ഒരു ടോപ്പ് 5-ലല്ല. സോ വി ഹാവ് ടു മാക്സിമം ഡു സപ്പോർട്ട് പീപ്പിൾ. ഇപ്പൊ ഷാനവാസ് ആയാലും അനു ആയാലും അനീഷ് ആയാലും എല്ലാവരും അവിടെ പോയി ഞാൻ പോയി റീയൂണൈറ്റ് ചെയ്തു, കെട്ടിപ്പിടിച്ചു, ഹഗ് ചെയ്തു. കുറച്ചും കൂടി കാര്യങ്ങൾ വീട്ടില് നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ നോർമൽ ആക്കണ്ടേ അങ്ങനെ നോർമൽ ആക്കി അവിടെ നിന്ന് വിട്ടു. ജോളിയായിട്ട് വരാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ജീവിച്ചത് അങ്ങനെ തന്നെ ആയിട്ട് അവിടെ പോവാം. നീ പറഞ്ഞ പോലെ എല്ലാവരും ഐ മെറ്റ് എവരി വൺ. ആദിൽ നൂറായാലും ഷാനവാസ് ആയാലും ഫൈറ്റ്സ് ഉണ്ടായ എല്ലാവരോടും അതെല്ലാം പറഞ്ഞു തീർത്തു. എന്റെ കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അവർക്ക് ഉണ്ടായ സാധനം അവരും തിരിച്ചു സോറി പറഞ്ഞു, കെട്ടിപിടിച്ചു, അങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷേ